പ്രൈസ് ഗാഡ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് ആത്മാവിൽ പങ്കുവയ്ക്കാം. പഴയ നിയമത്തിനകത്ത്, ഓൾഡ് ടെസ്റ്റ്മെൻറ്റിനകത്ത് യാക്കോബിനെ നമുക്ക് നന്നായി അറിയാം. യാക്കോബിൻ്റെ ലൈഫിനകത്തൊരു മൽപ്പിടുത്തം നടന്നു. യാബോക്കിൻ്റെ കടവിൽ ദൈവത്തിൻ്റെ ദൂതനുമായി. ആ പാസേജ് തീരുമ്പം യാക്കോബ് ഇങ്ങനെ പറയുന്നത്, സാക്ഷാൽ ദൈവവുമായി യാക്കോബ് മല്ലുപിടിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. ദൈവമായിക്കോട്ടെ, ദൈവത്തിൻ്റെ ദൂതനായിക്കോട്ടെ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഫിസിക്കലി ഒരു മനുഷ്യൻ്റെ ശാരീരിക ബലം കൊണ്ട് ദൈവത്തിൻ്റെ ദൂതനുമായി ഒരു രാത്രി മുഴുവനും ആ കടവിൽ ദൈവത്തിൻ്റെ ദൂതനെ അല്ലെങ്കിൽ ദൈവത്തെ ലോക്ക് ചെയ്ത് വെക്കാൻ ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് അത്രയും കരുത്തുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. എങ്ങനെ അത് പോസിബിൾ ആയത്? യാക്കോബിനെ കൊണ്ട് അത് സാധിച്ചു എന്നാണ് വചനം പറയുന്നത്. അദ്ദേഹം ഒരു രാത്രി മുഴുവനും യാബോക്കിൻ്റെ കടവിൽ ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതനെ ലോക്ക് ചെയ്ത് വെച്ചു. എങ്ങനെയാണ് അത് സാധ്യമായത്? ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ബലം കൊണ്ട് അത് കഴിയത്തില്ല. ഞാൻ ദൈവത്തോട് ആവർത്തിച്ച് പരിശുദ്ധാത്മാവിനോട് ചോദിച്ച ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ആ കടവിൽ യാക്കോബിന് ദൈവത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത്? ഒരിക്കലും മനുഷ്യൻ്റെ ബലം കൊണ്ട് പറ്റത്തില്ല. ഈ ചോദ്യത്തിന് മറുപടിയായി പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോയത് വചനത്തിനകത്ത് പുതിയ നിയമത്തിലേക്ക് യേശുവിൻ്റെ കല്ലറയിലേക്കാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോയത്. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ്റെ തുറന്നു കിടക്കുന്ന കല്ലറയുടെ മുമ്പിൽ ഒരു സഹോദരി നിൽക്കുന്നുണ്ട്. സഹോദരിയോട് വീട്ടിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവരോട് ദൈവം പറഞ്ഞു, ആ സഹോദരിയോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, അവനിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പോയിട്ടും അവർക്ക് മാത്രം ഭവനത്തിലേക്ക് മടങ്ങിപ്പോവാൻ കഴിയുന്നില്ല. അവരവിടെ വെയിറ്റ് ചെയ്യാം. ആ കല്ലറയ്ക്കൽ വീണ്ടും ഒരിക്കൽ കൂടെ യേശുവിന് വരേണ്ടി വന്നു. പഴയ നിയമത്തിനകത്തൊരു രാത്രി മുഴുവനും ദൈവത്തിൻ്റെ ദൂതനെ യാക്കോബിനെ ലോക്ക് ചെയ്ത് വെക്കാൻ കഴിഞ്ഞെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഒരു സഹോദരി സാക്ഷാൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ, റിസറക്റ്റഡ് ക്രൈസ്റ്റിനെ ആ കല്ലറയിലേക്ക് വീണ്ടും കൊണ്ടുവന്നത് അത് ശാരീരിക ബലം കൊണ്ടല്ല, ഇത് ഫിസിക്കൽ ബലം കൊണ്ടല്ല, അത് അവളുടെ തീരുമാനമായിരുന്നു. സ്ട്രോങ് ഡിസിഷൻ. അവിടെ നിന്നാണ് എനിക്ക് യാക്കോബിന് എങ്ങനെ അത് സാധിച്ചേ എന്നതിൻ്റെ മറുപടി കിട്ടിയത്. എടുക്കുന്ന ഉറച്ച തീരുമാനങ്ങൾ. സാക്ഷാൽ ദൂതൻ വന്ന് പറഞ്ഞാലും, യേശു ഇവിടെ ഇല്ല എന്ന് സാക്ഷാൽ ദൂതൻ വന്ന് പറഞ്ഞാലും അവനെ കാണാതെ വീട്ടിലേക്ക് പോകത്തില്ല എന്നൊരു തീരുമാനമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയട്ടെ, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ, ദൈവസാന്നിധ്യത്തിൽ നമ്മളെടുക്കുന്ന ഉറച്ച തീരുമാനങ്ങൾ ദൈവത്തെ ചലിക്കാൻ സമ്മതിക്കത്തില്ല. ആരൊക്കെ വന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ, നിങ്ങൾ അകത്തുറച്ച കാര്യത്തിൽ വീണ്ടും ബലപ്പെട്ടാൽ ദൈവത്തിന് അനങ്ങാൻ കഴിയത്തില്ല, ദൈവത്തിന് ചലിക്കാൻ കഴിയത്തില്ല. വേദപുസ്തകത്തിലുടനീളം ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. യെരിഹോവിന്റെ തെരുവിൽ ഇരുന്നു കൊണ്ട് ഒരുത്തൻ വിളിച്ചു. യേശുവിന് ഒരു അടി മുമ്പോട്ട് വെക്കാൻ പറ്റാത്തതുപോലെ, അവന് സൗഖ്യം കൊടുക്കാതെ യേശുവിന് ആ സ്ട്രീറ്റ് വിടാൻ കഴിയത്തില്ല. അതുപോലെ ഉറച്ച നിലവിളികൾ. ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ആരൊക്കെ നമ്മുടെ തീരുമാനങ്ങളിൽ നിന്നും നമുക്ക് സപ്പോർട്ട് ചെയ്തെന്ന ദൈവമക്കൾ മാറിയാലും, നിങ്ങളെടുത്ത ഡിസിഷനിൽ നിങ്ങൾ കുറച്ച് നിൽക്കാൻ കഴിഞ്ഞാൽ ദൈവത്തിന് അനങ്ങാൻ പറ്റത്തില്ല. അപ്പം ഈ മിനിറ്റിൽ ഈ ദൂത് കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, മേക്ക് സ്ട്രോങ് ഡിസിഷൻസ് ഇൻ ദ പ്രസൻസ്. ദൈവ സാന്നിധ്യത്തിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുക. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.